പ്രഭാസ് കിച്ചൺ ആൻഡ് ക്രാഫ്റ്റിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ സ്പൈസി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു രസമാണ്. അതിന് വേണ്ട സാധനങ്ങൾ കുരുമുളക് പൊടി, ഇങ്ങനെ ചതച്ചെടുത്തതാണ് കുരുമുളക്, കല്ലിലിട്ട് ചതച്ചത്, അല്പം അത്രയും തന്നെ മല്ലിപ്പൊടി, ഈ കുരുമുളകിൻ്റെ അത്രയും തന്നെ ഇഞ്ചി ചതച്ചത്, നല്ല ജീരകം ചതച്ചത്, വെളുത്തുള്ളി എല്ലാം ഒരേ അളവിൽ തന്നെയാണ്. കുരുമുളക് പകുതി മതി. ഇതെല്ലാം ഇതുപോലെ ഒരേ സ്പൂണാണ്. പിന്നെ ഇതുപോലെ തന്നെ ഒരു സ്പൂൺ മല്ലിയില, ഒരു പച്ചമുളക് അരിഞ്ഞത്. പിന്നെ നമ്മൾ ഇതിനകത്ത് ചേർക്കുന്ന ബാക്കിയുള്ള ഇതെല്ലാം ചതച്ചതാണ്. ഇനി നമ്മൾ കടുക് വറുക്കുന്നതിന് ഉപയോഗിക്കുന്നതാണ് കടുക്, ഉലുവ. പിന്നെ ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുന്ന ഉണക്കമുളക്, ഉള്ളി, വേപ്പില, അല്പം മുളക് പൊടി, അല്പം മഞ്ഞൾപ്പൊടി, കായപ്പൊടി. 1 ലിറ്റർ രസം ഉണ്ടാക്കാനുള്ളതാണ് ഞാനിപ്പോൾ ഇവിടെ പറയുന്നത്. ഇതിൻ്റെ ബേസ് പുളിവെള്ളമാണ്, ചാണകപ്പുളിയുടെ വെള്ളം. അത് ആവശ്യത്തിന് അവരവർക്ക് ഇഷ്ടമുള്ള പുളിയിൽ എടുക്കാം. പാൻ ചൂടായിട്ടുണ്ട്. നമ്മൾ ഇപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ, ഏതെണ്ണയാണ് അവരവരുടെ ഇഷ്ടത്തിനുള്ള എണ്ണ എടുക്കുക. വെളിച്ചെണ്ണയായിരിക്കും ടേസ്റ്റ് കൂടുതൽ. കടുക് ഇട്ട് കൊടുക്കുന്നു. പിന്നെ അത് ഒത്തിരി കടുക് ഒത്തിരി കരിഞ്ഞു പോകാതെ അതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ ഉലുവ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യും. ഇനി നമ്മളിതിന് ചേർക്കുന്നത് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയാണ്. കുറച്ച് വേപ്പില, ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉണക്കമുളക് നന്നായിട്ട് കരിഞ്ഞു പോകാതെ നല്ല ഒരു ബ്രൗൺ നിറം ഉള്ളിക്ക് വരുമ്പോൾ നമ്മൾ ഇതെല്ലാം കൂടി കോരിയെടുത്ത് മാറ്റി വയ്ക്കും. ഉലുവയ്ക്ക് പകരം ഉലുവ പൊടിയിട്ടാലും ടേസ്റ്റാണ്. ഉലുവ മൂപ്പിക്കുമ്പോൾ വേറൊരു ടേസ്റ്റ് വരും. നല്ലൊരു മണം എല്ലാം കിട്ടും നമുക്ക്. ഉലുവ ഒത്തിരി ഔഷധ ഗുണമുള്ളത് കൊണ്ട് ഉലുവ മസ്റ്റായിട്ട് ഇതിൽ നമ്മൾ ചേർക്കും. ഇത് നമ്മൾ കോരിയെടുക്കും. കടുക് വറുത്തതെല്ലാം നമ്മൾ കോരിയെടുത്തു. ഇതിലേക്ക് നമ്മൾ പച്ചമുളക്, അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചമുളക് ഒരെണ്ണം മതി, വെളുത്തുള്ളി ചതച്ചത്, ഇഞ്ചി ചതച്ചത്, ജീരകം ചതച്ചത്, കുരുമുളക് ചതച്ചത്, ഇത്രയാണ് നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കുന്നത്. ഈ ചെറിയ തീയിലിട്ട് നമ്മൾ ഇതിനെ നന്നായിട്ട് മൂപ്പിക്കുക. മൂക്കുമ്പോൾ തന്നെ ഈ രസത്തിൻ്റെ ഒരു സ്മെല്ലൊക്കെ നമുക്ക് കിട്ടും. എല്ലാം ഒരുവിധം നന്നായി മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് മല്ലിപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മുളക് പൊടി. നമുക്ക് എരിവിന് ആവശ്യത്തിന് ഇട്ടാൽ മതി, അളവൊന്നും നോക്കണ്ട. പിന്നെ മഞ്ഞൾപ്പൊടി ഇടണം. കരിഞ്ഞു പോകാതെ തന്നെ ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പുളിവെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള പുളിക്ക് ചേർക്കാവുന്നതാണ്. നമ്മളിപ്പോൾ 1 ലിറ്റർ രസത്തിനാണ് ഈ ക്വാണ്ടിറ്റിയിൽ നമ്മൾ സാധനങ്ങൾ എടുത്തിരിക്കുന്നത്. വെള്ളം ഒഴിച്ച് കൊടുക്കും. ഏകദേശം 1 ലിറ്റർ വെള്ളം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും പുളിയും ഒക്കെ നോക്കിയിട്ട് വേണം ബാക്കി ചേർത്ത് കൊടുക്കാൻ. നമ്മളിപ്പോൾ ചെയ്ത് കൊടുക്കുന്നത് കായപ്പൊടിയാണ്. ഇത്രയും കായപ്പൊടി നമ്മൾ ഇട്ട് കൊടുക്കും. ഇത്രയും ആയി കഴിയുമ്പോൾ നമ്മളിത് തിളയ്ക്കാൻ അനുവദിക്കണം. ഇത് പെട്ടെന്ന് തിളച്ച് അതെല്ലാം ഒന്ന് വെന്ത് വരുന്നത് വരെ നമ്മൾ മൂടി വയ്ക്കുക. ഇപ്പം
ഇപ്പം നമ്മുടെ രസം തിളച്ചിട്ടുണ്ട്, എല്ലാം കൂടി നന്നായിട്ട് യോജിച്ച് വരുന്നുണ്ട്. 2 മിനിറ്റ് നമ്മൾ തിളച്ച് കഴിയുമ്പോൾ എല്ലാത്തിൻ്റെയും ടേസ്റ്റ് ഇതിനകത്ത് ഇറങ്ങും. അത് കഴിഞ്ഞ് നമ്മളിതിനെ വേറൊരു സർവിങ് ബൗളിലോട്ട് മാറ്റുന്നതിന് മുമ്പ് നമ്മൾ മല്ലിയില ഇട്ട് കൊടുക്കും. മല്ലിയില അവസാനം മാത്രമേ ഇടാവൂ, അതിൻ്റെ ആ ഫ്ലേവറൊക്കെ നഷ്ടപ്പെടാതിരിക്കും. മല്ലിയില മസ്റ്റായിട്ട് രസത്തിന് ചേർത്തിരിക്കണം. പിന്നെ ഇത് നമ്മൾ സൂക്ഷിക്കുമ്പോൾ വെളിയിൽ വെച്ചിരിക്കാം. 2 ദിവസം എന്തായാലും വെളിയിലിരിക്കും. തക്കാളി ഒന്നും ചേർക്കാത്തതുകൊണ്ട് പിന്നെ നമ്മൾ എടുത്തിട്ട് അപ്പം തന്നെ തിളപ്പിച്ച് വെച്ചാൽ ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട. അതാണ് ഈ രസത്തിൻ്റെ പ്രത്യേകത. എത്ര ദിവസം വേണമെങ്കിൽ നമുക്ക് വെളിയിൽ സൂക്ഷിക്കാം. എടുത്തിട്ട് തിളപ്പിക്കണം. നമ്മൾ രസം റെഡിയായി നമ്മൾ സർവിങ് ബൗളിലോട്ട് മാറ്റി. ഇനി നമ്മൾ ആദ്യം വറുത്ത് മാറ്റി വെച്ചിരുന്ന ഈ സ്പൈസികളെല്ലാം കൂടി നമ്മളിതിൻ്റെ പുറത്ത് ഗാർണിഷ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റും എല്ലാം കൂടി നമ്മുടെ രസത്തിന് നല്ല ഭംഗിയും ടേസ്റ്റും മണവും എല്ലാം ഉണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം. താങ്ക് യു.